പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് ആ ഷെയറുള്ള ആ സ്ഥാപനവും കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന്റെ നിരാമയ റിസോർട്ടും തമ്മിൽ ബന്ധമുണ്ടാക്കി. അതിലാണ് നിരാമയ വൈദേക റിസോർട്ട് എന്നായി അത് മാറിയത്. അപ്പൊ കേരളത്തിലെ സമുന്നതനായ CPM നേതാവും സമുന്നതനായ ഒരു BJP നേതാവും തമ്മിൽ ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉണ്ട്. അതുവരെ ആ ബന്ധം വളർന്നു. അങ്ങനെ അനുവദിക്കുന്ന പാർട്ടിയാണോ CPM? CPMന്റെ സംസ്ഥാന കമ്മിറ്റി അറിഞ്ഞില്ലേ? കേന്ദ്ര കമ്മിറ്റി അറിഞ്ഞില്ലേ ഇത്തരം വ്യവസായങ്ങൾ നടത്തുന്നത്, ഇത്തരം ബിസിനസ് നടത്തുന്നത്? അത് എന്തുകൊണ്ടാണ് ഞാനത് പറയാൻ കാര്യം? വെറുതെ ഒരു സുപ്രഭാതത്തിൽ പറഞ്ഞതാണോ? ജയരാജൻ തന്നെ പറഞ്ഞു, കേരളത്തിൽ BJP ഒരുപാട് സ്ഥലത്ത് 2ാം സ്ഥാനത്ത് വരും. എന്നിട്ട് നിർത്തിയില്ല അദ്ദേഹം BJPയോടുള്ള സ്നേഹം. ഈ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള കേരളത്തിലെ 3-4 BJP സ്ഥാനാർത്ഥികൾ മിടുമിടുക്കന്മാരാണെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾ അന്വേഷിച്ചു പോയത്, എന്താണ് ഇത്രയും BJPക്ക് കേരളത്തിൽ സ്പേസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇത്രമാത്രം ശ്രമിക്കുന്നത്, CPM നേതാക്കൾ ശ്രമിക്കുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് വളരെ അടുത്ത ബിസിനസ് ബന്ധം വരെയുണ്ട്. എന്നിട്ട് എന്തായാലും മറുപടി പറഞ്ഞത് അവര് തമ്മിൽ കണ്ടിട്ടില്ലാന്ന്. എനിക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. ME ഗോവിന്ദൻ എന്നെ വന്ന് വെല്ലുവിളിച്ചു, EP ജയരാജൻ വന്ന് വെല്ലുവിളിച്ചു. ഞാൻ പറഞ്ഞു, കേസ് ധൈര്യം ഉണ്ടെങ്കിൽ കൊടുത്ത് ഞാൻ അവിടെ രേഖകൾക്ക് ഹാജരാക്കാം. അവർ തമ്മിലുള്ള ഫോട്ടോ അടക്കമുള്ള കാര്യങ്ങളുണ്ടോ എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിലുണ്ട് ഫോട്ടോ അടക്കമുള്ള കാര്യങ്ങൾ. അവർ തന്നെ പബ്ലിഷ് ചെയ്താണ്. ആര് രഹസ്യമായിട്ട് ഫേക്ക് ഉണ്ടാക്കിയതല്ല. ഈ നിരാമയ വൈദേകം റിസോർട്ട് തന്നെ മീഡിയക്ക് കൊടുത്ത പടമാണ് എൻ്റെ കയ്യിലുള്ളത്. അവർ തന്നെ പബ്ലിഷ് ചെയ്ത പടമാണ്. ഇപ്പോഴും ഉണ്ട്, സൈറ്റിലെല്ലാം ഉണ്ട്, ഉള്ള പടമാണ് എൻ്റെ കയ്യിലുള്ളത്. ആ പടമല്ല ഫേക്ക് ചെയ്തെന്ന് ഇപ്പോൾ പറയുന്നത്. അത് വേറൊരു പടം ഫേക്ക് ചെയ്ത. ഫേക്ക് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, വ്യാജ പടം ഉണ്ടെങ്കിൽ അവർക്കെതിരെ കേസെടുത്തോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ ആ കേസെടുക്കാൻ ധൃതി കാണിക്കുന്ന CPM എത്ര പരാതി ഞാൻ കൊടുത്തു. എന്നെ ഇതിൽ കൂടി സോഷ്യൽ മീഡിയയിൽ കൂടി അപകീർത്തിപ്പെടുത്തിയതിന് ഞാൻ കൊടുത്ത 1 ഡസനോളം പരാതികൾ ഒരെണ്ണത്തിൽ പോലും അവർ കേസെടുത്തിട്ടില്ല. ഒരെണ്ണത്തിൽ പോലും. ചിലത് കേസെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചത്. കോൺഗ്രസിനകത്ത് എത്ര വനിതകളെ അപഹേളിച്ചു. മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മനെ വരെ അവഹേളിച്ചുകൊണ്ട് ഒരുപാട് പോസ്റ്റ് ഇട്ടു. അതൊന്നും ഒരു കേസെടുത്തില്ല. ഒന്നും കേസെടുത്തില്ല. ഞങ്ങൾ കൊടുത്ത് ഒരു പരാതിയിലും കേസെടുത്തില്ല. ഈ പരാതിയിൽ കേസെടുക്കണമെങ്കിൽ എടുത്തോ. ആരാണ് ഉത്തരവാദി എന്ന് പറഞ്ഞ കേസ്. ഞാൻ പറഞ്ഞ ഫോട്ടോ ഈ വ്യാജ ഫോട്ടോ അല്ല, ഒറിജിനൽ ആയിട്ടുള്ള ഫോട്ടോയാണ്. അത് ഈ വ്യാജ ഫോട്ടോ കാട്ടി ഇതാണ് വി ഡി സതീശൻ പറഞ്ഞ ഫോട്ടോ എന്ന് പറയണ്ട. അദ്ദേഹം ഉയർത്തി കാണിച്ച ഫോട്ടോ അല്ലാതെ ഫേക്ക് ആയിട്ടുള്ള ഫോട്ടോ, അല്ലാത്ത ഫോട്ടോ ഈ കമ്പനി തമ്മിൽ ബന്ധം. ഇനിയിപ്പോൾ അത് ഇനി ഞാനത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹം തന്നെ സമ്മതിച്ചു ഈ 2 കമ്പനിയും തമ്മിൽ ബന്ധമുണ്ടെന്ന്. ഇത് ഇപ്പൊ പറയാണ് ഇത് രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനി ആണോ എന്നൊക്കെ നമ്മളോട് ചോദിക്കുകയാണ്. ആര്? EP ജയരാജൻ നമ്മളോട് ചോദിക്കുക, രാജീവ് ചന്ദ്രശേഖരനോ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കോ ഇതിൽ ബന്ധമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഇത് തന്നെയാണ് പണ്ട് 2 കോടി രൂപ സാന്റിയാഗോ മാർട്ടിന്റെ കയ്യിൽ നിന്ന് ദേശാഭിമാനിയുടെ മാനേജറായിട്ടിരിക്കുമ്പോൾ അത് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഒരു പിടിയില്ലാത്ത രീതിയിൽ സംസാരിക്കുകയും അവസാനം അത് തിരിച്ചു കൊടുക്കാനുള്ള ഏർപ്പാടുണ്ടാക്കുകയും ചെയ്തു. ഞാൻ പിന്നെ അദ്ദേഹം ഒരുപാട് ആക്ഷേപങ്ങളൊക്കെ പറയാനും ഞാൻ മറുപടി പറഞ്ഞില്ല. അദ്ദേഹം അത് പറഞ്ഞു തുടങ്ങി അപ്പത്തൊട്ട് നിരവധി CPM നേതാക്കളും പ്രവർത്തകരും ഒക്കെ എനിക്ക് അദ്ദേഹത്തെ പറ്റിയുള്ള, അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാലഘട്ടത്തെക്കുറിച്ചുള്ള നിരവധി കാര്യങ്ങൾ എനിക്ക് അയച്ചു തരുന്നുണ്ട്. ഈ സാന്റിയാഗോ മാർട്ടിന്റെ കയ്യിൽ നിന്ന് പണം മേടിച്ചതും ലിസ് വിവാദവും VS അച്യുതാനന്ദൻ ഷെയ്ഡി ക്യാരക്ടർ എന്ന് പറയുന്ന ബിസിനസ്സുകാരായിട്ടുള്ള ബന്ധവും മറ്റേ ദേശാഭിമാനിക്ക് പരസ്യം മേടിച്ച കാര്യവും ഏറ്റവും അവസാനം ചിറ്റപ്പന്റെ റോൾ എടുത്തത് ഉൾപ്പെടെയുള്ള ഒരു ഡസനോളം കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ ഈ സബ്ജക്റ്റ് പോകാൻ പാടില്ലല്ലോ. അപ്പോൾ ആ സബ്ജക്റ്റ് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ വിശ്വാസ്യത ഞാൻ ഒന്നുകൂടി അത് തെളിയിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യം, അതായത് കേരളത്തിലെ സമുന്നതനായ CPM നേതാവും സമുന്നതനായ BJP നേതാവും തമ്മിൽ ബിസിനസ് ബന്ധമുണ്ട് എന്ന് പറഞ്ഞ കാര്യം അദ്ദേഹം സ്ഥിരീകരിച്ചതിലുള്ള സന്തോഷം ഞാൻ പ്രകടിപ്പിക്കണം. ഇതാണ് ബന്ധം എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ വേറെ കാര്യം പുറത്തു വന്നു. ഇന്നലെ ഇൻകം ടാക്സിന്റെ ഡയറക്ടർ ജനറൽ ഒരു പ്രസ്താവന പറഞ്ഞു. എന്താ പറഞ്ഞത്? കൊച്ചിയിൽ വെച്ച് പറഞ്ഞത്, കുഴൽപ്പണ കേസ്, കൊടകര കുഴൽപ്പണ കേസ്, കേരളത്തിലെ BJP നേതൃത്വം ഉൾപ്പെട്ടിട്ടുള്ള കേസ്. ആ കേസിലെ പണം ഇൻകം ടാക്സിനെ ഏൽപ്പിച്ചിട്ടില്ല. സാധാരണഗതിയിൽ ഇൻകം ടാക്സിനെയാണ് അത് ഏൽപ്പിക്കേണ്ടത്. അത് ഏൽപ്പിച്ചിട്ടില്ല. എവിടെയാണ് അതിന്റെ അന്വേഷണം? അതിന്റെ അന്വേഷണം എവിടെ? അതിൽ ഒരു
BJP പ്രധാനപ്പെട്ട നേതാക്കളെയും പ്രതി ചേർത്തില്ല. ഒരു നേതാക്കളെയും പ്രതി ചേർത്തില്ല. ആ നേതാക്കളുമായി ഈ പണം കൊണ്ടുവന്ന ആളുകൾ നേരിട്ട് ഫോണിൽ ബന്ധപ്പെട്ടതിന്റെ ഫോണിലെ തെളിവുകളുണ്ട്. BJP സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകളുമായി നേരിട്ട് സംസാരിച്ചതിന്റെ തെളിവുകൾ കുഴപ്പണ കേസിലുണ്ട്. ഒറ്റ BJP നേതാവിനെയും പ്രതിയാക്കിയില്ല. ഇവർ തമ്മിലുള്ള ബന്ധമാണ്, അവിശുദ്ധ ബാന്ധവമാണ്. അപ്പൊ കുഴൽപ്പണ കേസ് ഒതുക്കി തീർത്ത് SNC ലാവ്ലിൻ കേസും സ്വർണ്ണക്കള്ളക്കടത്ത് കേസും ലൈഫ് മിഷൻ കേസും കരുവന്നൂർ കേസും മാസപ്പടി കേസും എല്ലാം ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള പരസ്പരമുള്ള സഹായ സഹകരണ സംഘമാണ്. അതാണ് ഞങ്ങൾ ആരോപണം ഉന്നയിച്ചത്. ഇവർ തമ്മിലുള്ള അവിശുദ്ധമായ ബാന്ധവം. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ഉം BJP-യുമായി അവിശുദ്ധമായ ഒരു ബന്ധമുണ്ടായിരുന്നു എന്ന് പറഞ്ഞതാര RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിന്റെ ചുമതലയുണ്ടായിരുന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധമുണ്ടായിരുന്ന ബാലശങ്കർ. അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധം ഇപ്പോഴും തുടരുന്നു. ഈ പാർലമെന്റ് ഇലക്ഷനിലും കോൺഗ്രസിനെ ദുർബലപ്പെടുത്തി, UDF-നെ ദുർബലപ്പെടുത്തി, കോൺഗ്രസിന്റെ എണ്ണം കുറച്ച് BJP-ക്ക് സ്പേസ് ഉണ്ടാക്കി BJP-യുടെ എണ്ണം കൂട്ടാനും BJP നേതാക്കളെ സന്തോഷിപ്പിക്കാനുമാണ് പിണറായി വിജയനും കൂട്ടരും ശ്രമിക്കുന്നത്. ഇവിടെ ഒരു BJP നേതാവ്, കർണാടകയിലെ BJP നേതാവ് കേരളത്തെ അപമാനിച്ചു, തമിഴ്നാടിനെയും അപമാനിച്ചു. അവർ തമിഴ്നാടിനോട് മാപ്പ് പറഞ്ഞു, കേരളത്തോട് മാപ്പ് പറഞ്ഞിട്ടില്ല. അപ്പൊ കേരളത്തിലെ BJP നേതാക്കന്മാർക്ക് നാണമില്ലേ? കേരളത്തെയല്ലേ അപമാനിച്ചു? ഒരു സംസ്ഥാനത്തെയല്ലേ ഒരു സമുന്നതയായ ഒരു BJP നേതാവ്, വനിതാ നേതാവ് കർണാടകത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ അപമാനിച്ചിട്ട് അവരോട് ആ പ്രസ്താവന പിൻവലിക്കണം, കേരളത്തോട് മാപ്പ് പറയണം എന്ന് പറയാൻ തന്റെ ഇടമുള്ള ഒരു BJP നേതാവും കേരളത്തിലില്ലേ? ദേശീയ നേതാക്കൾ ആരും ഇല്ലേ? എത്ര അധിക്ഷേപകരമായിട്ടാണ് അവർ സംസാരിച്ചത്. അവരാ പ്രസ്താവന പിൻവലിച്ച് ഈ സംസ്ഥാനത്തോടും ജനങ്ങളോടും മാപ്പ് പറയണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. പറയുന്നത് ഭാര്യയുടെ ഷെയർ വേണമെങ്കിൽ ഒഴിവാക്കാൻ തയ്യാറാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിലുള്ള അഭിമാനബോധത്തോടെ നിൽക്കാൻ അത് ഷെയർ ഒഴിവാക്കാൻ തയ്യാറാണ്. അങ്ങനെ അത് ഒഴിവാക്കിയാൽ തീരുന്ന പ്രശ്നമാണ്. അതല്ലല്ലോ അദ്ദേഹം അന്ന് പറഞ്ഞത്. ഞാൻ ഈ ആക്ഷേപം ഉന്നയിച്ചപ്പോഴും എന്താ പറഞ്ഞത്? എനിക്ക് സ്വത്തുണ്ടെങ്കിൽ ഞാൻ സതീശനും, എന്റെ ഭാര്യയ്ക്ക് സ്വത്തുണ്ടെങ്കിൽ സതീശന്റെ ഭാര്യയ്ക്ക് നന്നാക്കാന്ന് ഇല്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന്റെ അകത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് വേണ്ട, നിങ്ങളുടെ വേണ്ട, നിങ്ങളുടെ ഭാര്യയുടെ വേണ്ട, ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ഇന്നെന്താ പറയുക? ഇന്നാണ് പറയുന്നത് ഷെയർ ഉണ്ടെന്ന് പറയണ. മറ്റത് ഒരു ബന്ധമില്ലെന്നല്ലേ പറഞ്ഞത്? ഒരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ബന്ധം നിഷേധിക്കുന്നുണ്ടോ? രാജീവ് ചന്ദ്രശേഖർ നിഷേധിക്കുന്നുണ്ടോ? EP ജയരാജൻ നിഷേധിക്കുന്നുണ്ടോ? ഞാൻ അതല്ലേ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഈ രണ്ട് കമ്പനികളും തമ്മിൽ ബന്ധമുണ്ട്, അവർ തമ്മിൽ ഒരു മാനേജ്മെന്റ് കോൺട്രാക്ട് ഉണ്ട്, ഒരു എഗ്രിമെന്റ് ഉണ്ട്. അത് രണ്ടും കൂടി ഒരു കമ്പനിയായി ചേർന്നു. നിരാമയ വൈദേകം റിസോർട്ട് എന്നാണ് ഇപ്പൊ അതിന്റെ പേര്. അത് ഞാൻ പറഞ്ഞ CPM BJP റിസോർട്ട് എന്ന് പേരിടുന്നത് പോലെയാണ്. ഇദ്ദേഹം ആദ്യം എന്താ പറയുക, ഞാൻ അതിന്റെ ഒരു അഡ്വൈസർ മാത്രമാണ് എന്നല്ലേ പറഞ്ഞത്. അന്ന് ഭാര്യയ്ക്ക് ഷെയറുള്ള കാര്യം പറഞ്ഞിരുന്നോ? പറഞ്ഞില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഇദ്ദേഹം എന്തൊരു അഡ്വൈസർ? ഇദ്ദേഹം വലിയ റിസോർട്ടിന്റെ എക്സ്പെർട്ടാണ്. വലിയ പോകുന്ന ആളുകളൊക്കെ റിസോർട്ടുകാർ, വലിയ റിസോർട്ട് ഗ്രൂപ്പുകാർ അഡ്വൈസറാക്കുക. ആ റിസോർട്ടിന്റെ അഡ്വൈസറാക്കാൻ അദ്ദേഹത്തിന് എന്താ എക്സ്പീരിയൻസ്? വെറുതെ പറഞ്ഞതാണ് അഡ്വൈസറാണെന്ന്. അഡ്വൈസർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഉപദേശകരാണ്, നടത്തിപ്പിന്റെ അല്ലേ? അതല്ലല്ലോ. ഇപ്പൊ ഷെയർ ഉണ്ടെന്ന് പറഞ്ഞു, ഇത്രയുള്ള കാര്യം. അദ്ദേഹം സമ്മതിച്ചു. ഇന്ന് രാജീവ് ചന്ദ്രശേഖരൻ ചോദിച്ചിരിക്കുന്നത് ഒരു BJP നേതാവിന്റെ ഭാര്യയും അല്ലെങ്കിൽ CPM നേതാവിന്റെ ഭാര്യയും തമ്മിൽ ബിസിനസ് ഡീൽ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് രാഷ്ട്രീയ ബന്ധമുണ്ടെന്ന് പറയാൻ കഴിയണമെന്നാണ് അവിടെ ചോദ്യം. അല്ല, അത് അദ്ദേഹത്തിന്റെ പാർട്ടിക്കും അദ്ദേഹത്തിനാവാം, സാധാരണ ഗതിയിലാവാം. അദ്ദേഹം ബിസിനസ്സുകാരനാണ്. അദ്ദേഹം BJP-കാരനായി രാഷ്ട്രീയത്തിലേക്ക് വന്ന ആളല്ല. അദ്ദേഹം ബിസിനസ്സുകാരനായി രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട് പിന്നെ BJP-കാരനായ ആളാണ്. അദ്ദേഹം ബിസിനസ്സുകാരനാണ്, ഞാനത് അംഗീകരിക്കുന്നു. അദ്ദേഹം ബിസിനസ്സുകാരനാണ്. പക്ഷെ ഒരു കാര്യം കൂടി പറയാം, ഈ വൈദേകം റിസോർട്ടിൽ ED റെയ്ഡ് നടത്തി. റെയ്ഡ് നടത്തി. ED റെയ്ഡ് നടത്തിയിട്ടാണ് അത് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനി അത് ടേക്ക് ഓവർ ചെയ്യുന്നത്. ആ കേന്ദ്ര ഏജൻസി റെയ്ഡ് നടത്തിയ ഒരു സ്ഥാപനത്തിൽ കേന്ദ്ര മന്ത്രിയുടെ കമ്പനിക്ക് പിന്നെ പങ്കാളിത്തം ഉണ്ടാവുക എന്ന് പറയുന്നതിന് രാജീവ് ചന്ദ്രശേഖർ എന്തുത്തരം പറയുന്നു? അല്ലാതെ നിങ്ങൾ തമ്മിലോ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ തമ്മിലോ ബിസിനസ് നടത്തണമല്ല നമ്മളെ പ്രശ്നം. അപ്പൊ CPM ഇതിന് മറുപടി പറയണം രാജീവ് ചന്ദ്രശേഖരന്റെ ഈ ചോദ്യത്തിന്. ഒരു CPM കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ കുടുംബവും രാജീവ് ചന്ദ്രശേഖറുമായിട്ട്
ഒരു ബിസിനസ് ഡീൽ ഉണ്ടാക്കിയതിൽ തെറ്റ് ഇല്ല. എന്ത് തെറ്റാണുള്ളതെന്ന രാജീവ് ചന്ദ്രശേഖരന്റെ ചോദ്യത്തിന് CPM ആണ് മറുപടി പറയേണ്ട. കേരളത്തിലെ CPM ഒരു തെറ്റില്ല എന്ന് കേരളത്തിലെ CPM പറയട്ടെ. അപ്പൊ നിങ്ങൾ രാജീവ് ചന്ദ്രശേഖരന്റെ മറുപടി ഇതാണ്: കേന്ദ്ര ഏജൻസിയായ ED അന്വേഷണം നടത്തി പെട്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തെയാണ്. അപ്പൊ നിങ്ങൾ ഭയപ്പെടുത്തിയിട്ടാണ് ആ കമ്പനി ടേക്ക് ഓവർ ചെയ്ത്? ആണോ? ആ കമ്പനിയിലേക്ക് നിങ്ങൾ മാനേജ്മെന്റ് കോൺട്രാക്ടർ ഉണ്ടാക്കിയത്? അപ്പൊ നിങ്ങൾ ED എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? അതാണ് അദ്ദേഹത്തിനുള്ള മറുപടി. ഈ ചിത്രം എന്ന് പറയുന്നത് EP ജയരാജന്റെ ഭാര്യയും മകനും നിരാമയ അധികൃതരുമായി നിൽക്കുന്ന ഒരു ഫോട്ടോയാണ്. അത് അവര് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഫോട്ടോയാണ്. അതിന്റെ CEO ഉൾപ്പെടെയുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള ഒരു പടമാണ്. ഞാൻ വേണമെങ്കിൽ കൂടുതൽ തെളിവുകൾ എനിക്കെതിരെ കേസ് കൊടുക്കുമെന്നല്ല പറഞ്ഞത്. കേസ് കൊടുക്കുമ്പോൾ ചെയ്യാം, ഞാൻ കൊണ്ടുവരാം, കൂടുതൽ തെളിവുകൾ കൊണ്ടുവരാം. ഇത് പരസ്യമായിട്ടുള്ള പടമാണ്. അത് അദ്ദേഹം നിഷേധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം കാണിച്ചത് വേറെ പടമാണ്, അതെനിക്കറിയില്ല ഫേക്ക് ഇതാണ്. പടമുണ്ട്, അവർ തന്നെ ഈ നിരാമയ തന്നെ പബ്ലിഷ് ചെയ്തിരിക്കുന്ന, അവർ തന്നെ പുറത്തു കൊടുത്തിരിക്കുന്ന പടമുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങളിൽ വന്ന പടമാണ്. പ്രധാനപ്പെട്ട ആ മാധ്യമത്തിനെതിരെയൊന്നും കേസൊന്നുമില്ലല്ലോ, അവരെല്ലാവരും നിൽക്കുന്ന പടമാണ്. അതാരെങ്കിലും മോർഫ് ചെയ്താണെങ്കിൽ അത് പറയട്ടെ. അത് ഒരു ചർച്ചയ്ക്കിടയിൽ ശ്രീ ജ്യോതികുമാർ ചാമക്കാല ആ പടം കാണിച്ചല്ലോ. ആ പടത്തിനെ പറ്റി ഒരു വിരോധമില്ലല്ലോ. എന്തിനു വെറുതെ പടം എടുത്താണ്? നിരാമയുടെ CEO ഉൾപ്പെടെയുള്ള അവരുടെ ലീഡർഷിപ്പും ഇദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ള അവര് ടീമായിട്ടാണ് ചെയ്തത്. നമ്മൾ എന്താ പറഞ്ഞത്? അവർ തമ്മിലൊരു ബിസിനസ് ബന്ധമുണ്ടെന്ന് പറഞ്ഞു. അന്ന് ഇല്ല എന്ന് പറഞ്ഞു രാജീവ് ചന്ദ്രശേഖർ. ഇപ്പൊ ചോദിച്ചു ഉണ്ടെങ്കിൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കണത്? ശരിയാണ്. രാജീവ് ചന്ദ്രശേഖരന്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? ഐ ഹാവ് നെവർ സീൻ ഹിം, വി ഡോണ്ട് ഹാവ് എനി റിലേഷൻ എന്നാണ് പറഞ്ഞത്, അല്ലേ? ഇപ്പൊ ചോദിക്കണം ഞങ്ങളുടെ ഭാര്യമാര് തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താന്ന് ചോദിക്കണത്? അല്ല, ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരായിട്ട് നിയമപരമായ നടപടികൾ സ്വീകരിച്ചോട്ടെ. ഏതെങ്കിലും ചിത്രം, ഈ ചിത്രം വ്യാജമല്ല, വേറെ ഏതെങ്കിലും ചിത്രം. ഇത് കേരളത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഈ ഗവൺമെന്റിനോട് ചോദിക്കുകയാണ്, കേരളം മുഴുവൻ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അയ്യങ്കാളിയുടെ മുഖവും നായയുടെ ഉടലുമായിട്ട് സോഷ്യൽ മീഡിയയിൽ എത്രയോ ചിത്രങ്ങൾ വന്നു. ഈ സർക്കാർ കണ്ടുപിടിച്ചോ? ആളെ കണ്ടുപിടിച്ചോ? ഞാൻ നിയമസഭയിൽ സബ്മിഷൻ കൊണ്ടുവന്നാണ്. ആളെ കണ്ടുപിടിച്ചോ ഈ സർക്കാർ? കേരളത്തിലെ ഏറ്റവും വലിയ നവോത്ഥാന നായകരുടെ മുൻനിരയിൽ നിൽക്കുന്ന ആളാണ് ശ്രീമതി അയ്യങ്കാളി. അദ്ദേഹത്തെ ഹീനമായി, അതിക്രൂരമായി സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചവർ ഇപ്പോഴും നടക്കുകയാണ്. ഇത് തന്നെ ചെയ്തുകൊണ്ട് അവർക്കെതിരെ ചെറുവിരലടക്കാൻ ധൈര്യമില്ല ഈ സർക്കാരിന്. ഞാൻ സബ്മിഷൻ കൊണ്ടുവന്നിട്ട് മുഖ്യമന്ത്രി ഇപ്പൊ ചെയ്ത് കളയുന്നവർ ഒന്നും ചെയ്തില്ല, നിയമസഭയ്ക്കകത്ത് ഒന്നും ചെയ്തില്ല. അപ്പൊ ഇത് പിടിച്ചെങ്കിൽ നല്ല കാര്യം, ഇതെങ്കിലും പിടിച്ചല്ല. അല്ല, ഞാനൊന്നും അദ്ദേഹത്തെ പോലുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവ് BJP പോകുമെന്നോ CPM, അതൊക്കെ അവരുടെ CPMന്റെ അകത്ത് ആഭ്യന്തര കാര്യങ്ങളാണ്. പിന്നെ അദ്ദേഹം എന്തൊക്കെ നുണയാണ് പറയുന്നത്? ഈ MV ഗോവിന്ദന്റെ ജാഥ നടക്കുന്ന സമയത്ത് ആ ജാഥയിൽ പങ്കെടുക്കാതെ കൊച്ചിയിൽ വന്നിട്ട് ദല്ലാൽ നന്ദകുമാറിന്റെ അമ്മയുടെ സപ്തതിയിൽ പങ്കെടുത്തിട്ട്, പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ചടങ്ങാണ്, അതിൽ അദ്ദേഹം ഷോൾ അണിയിച്ചു. കഴിഞ്ഞ ദിവസം നിങ്ങളോട് ചോദിച്ചു ദല്ലാൽ നന്ദകുമാർ അത് ആരാന്ന് ചോദിച്ചു. ആ പടം ഞാൻ കാണിച്ചു തരാം, മോർഫ് ചെയ്യാത്ത പടം. അത് ഏതാന്ന് ചോദിച്ചു, ദല്ലാൽ നന്ദകുമാർ. അവിടെ ആ പരിപാടി പങ്കെടുക്കാതെ നമ്മുടെ വൈറ്റിലപ്പുറത്ത് അവിടെ വന്നിട്ട് ആ പരിപാടിയിൽ പങ്കെടുത്ത് അവിടെ പോയി അമ്മയെ ഷോൾ അണിയിച്ച് അമ്മയെന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് പോകുന്ന ആള് ഇപ്പൊ ചെയ്തതല്ലാതെ നന്ദകുമാറെന്ന് ചോദിച്ചു. മനസ്സിലായേ? അപ്പൊ എന്നെ കുറിച്ചൊക്കെ വളരെ മോശമായ പദപ്രയോഗം നടത്തുന്ന ജയരാജൻ ഒന്ന് കണ്ണാടി പോയി നോക്കിയാൽ മതി. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരും. ഞാൻ അദ്ദേഹം എന്റെ ടാർഗറ്റ് ഒന്നല്ല. ഞാൻ പറയുന്നത് ഇപ്പോഴും അതേ ഒരു പാവമാണ് പിണറായി വിജയൻ, കേരളത്തിലെ മുഖ്യമന്ത്രി. BJPക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഈ പാവത്തിനെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കാന്നാണ് എന്റെ വിശ്വാസം ഇപ്പോഴും. അല്ല, അറിയാതിരിക്കാൻ പറ്റില്ല, കാരണം പാർട്ടിയിൽ ഉയർന്നു വന്ന ആരോപണമല്ലേ. പിന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന ആളല്ലേ. അദ്ദേഹത്തിന് ഇന്റലിജൻസും സ്പെഷ്യൽ ബ്രാഞ്ചും എന്തൊക്കെ സംവിധാനവും എവിടെ നിന്നൊക്കെ വിവരം കിട്ടുന്ന ആളെ ഈച്ച പറഞ്ഞാൽ അറിയേണ്ട ആളല്ലേ കേരളത്തിൽ. അപ്പൊ പിണറായി വിജയനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ അല്പ പ്രയാസം ഉണ്ടാവും.
എസ് രാജേന്ദ്രൻ CPM നേതാവ് പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മൾ ഏതെങ്കിലും നേതാക്കന്മാർ ഏതെങ്കിലും പാർട്ടി വിട്ട് അങ്ങോട്ട് പോയാൽ പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞവരെ അധിക്ഷേപിക്കാറില്ല. പോയി കഴിഞ്ഞാൽ നമുക്ക് പറയാമല്ലോ. ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരാൾ കോൺഗ്രസ് വിട്ട് 1 or 2 പേർ പാർട്ടി വിട്ട് പോയി എന്നുള്ളത്. ഇപ്പം ഇന്നലെ ഞാൻ പത്തനംതിട്ട കൺവെൻഷനിൽ CPMന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് കോൺഗ്രസിൽ ചേർന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റൊക്കെ ആയിരുന്ന ആളാണ്, ഏരിയ കമ്മിറ്റി അംഗമാണ്, കോൺഗ്രസിൽ ചേർന്ന്. ഞാനും KPCC പ്രസിഡന്റും ചേർന്ന് സമരാഗ്നി ജാഥ നയിക്കുമ്പോൾ എത്രയോ പേരാണ് CPMകാർ BJPക്കാർ കോൺഗ്രസിൽ ചേർന്നത്. ഞങ്ങൾ മിക്കവാറും സ്ഥലങ്ങളിൽ വെച്ച് അവർക്ക് മെമ്പർഷിപ്പ് കൊടുത്തു. പല സ്ഥലത്ത് മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ എത്രയോ പേരാണ് കോൺഗ്രസിൽ ചേർന്നത്. ഇത് തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നമാണ്. പലരും ദേശീയ തലത്തിൽ എത്ര പേര് BJP വിട്ട് കോൺഗ്രസിൽ ചേർന്ന്. ഗുജറാത്തിൽ നരേന്ദ്രമോദിയുടെ സംസ്ഥാനത്ത് BJP വിട്ട് കോൺഗ്രസിൽ ചേർന്നിട്ടില്ല ആള്. ഇതൊക്കെ അപ്പം ഇവരിത് ചെയ്യാണ്. അത് BJPയേക്കാൾ ആഘോഷിക്കുന്നത് BJPക്ക് കിട്ടി, അവർക്ക് താല്പര്യമില്ല. കാരണം അവരിതിനകത്ത് അസ്വസ്ഥരാണ്. കാരണം വിറക് വിട്ട് വെള്ളം കോരം ചെയ്യുന്ന ഒരു പുറത്തും ഇന്നലെ വന്ന ആളുകളെ A ക്ലാസ് സീറ്റും മേടിച്ചുകൊണ്ട് പോവും കണ്ട് അവരാകെ വിഷമിച്ചും പ്രയാസപ്പെട്ടിരിക്കുക. അവരുടെ നേതാക്കന്മാരുടെ പ്രതികരണങ്ങൾ കണ്ട് പ്രതിപക്ഷ നേതാവ് EP-ക്കുള്ള മറുപടി നൽകുകയാണ്. വാർത്താ സമ്മേളനത്തിൽ രാജീവ് ചന്ദ്രശേഖറുമായുള്ള ബിസിനസ് ബന്ധം EP സമ്മതിച്ചു എന്നാണ് സതീശൻ പറയുന്നത്. ബിസിനസ് ബന്ധത്തിൽ എന്താണ് തകരാറെന്ന് രാജീവ് ചന്ദ്രശേഖറും ചോദിക്കുന്നു. തന്റെ വിശ്വാസ്യത തെളിഞ്ഞിരിക്കുന്നു ഈ ആരോപണം ഉന്നയിച്ചതിലെന്ന് VD സതീശൻ പറയുന്നു. EP-യും രാജീവ് ചന്ദ്രശേഖറുമായുള്ള ഈ ബിസിനസ് പാർട്ണർഷിപ്പ് CPM കേന്ദ്ര നേതൃത്വം അറിഞ്ഞില്ലേ എന്നും സതീശൻ ചോദിക്കുന്നു. CPM BJP റിസോർട്ട് എന്ന് പേരിടുന്നത് പോലെയാണ് നിരാമയ വൈദേകം റിസോർട്ട് എന്ന പേരിട്ടിരിക്കുന്നത് എന്നും സതീശന്റെ രൂക്ഷ വിമർശനം.